സിനിമ മേഖലയിൽ നടക്കുന്ന ചൂഷണത്തെ കുറിച്ച്, സിനിമ മേഖലയിൽ നടക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ചൂഷണത്തെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. സിനിമ മേഖലയിൽ ആദ്യത്തെ ഒരു ചൂഷണം എന്ന് പറയുകയാണെങ്കിൽ ഓഡിഷൻ എന്ന പേരിൽ രജിസ്ട്രേഷൻ ഫീസ് വാങ്ങുന്ന ഒരു സംഭവമാണ്. അത് ഈ MFFK പോലെയുള്ള സംഘടനകൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ അതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന സിനിമകൾ ഒരിക്കലും ഈ പറഞ്ഞ രജിസ്ട്രേഷൻ ഫീസോ കാര്യങ്ങളോ വാങ്ങാതെയാണ് സിനിമകൾ നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന ഫണ്ട് മുടക്കുന്ന ആൾക്കാർ സത്യത്തിൽ അവരുടെ 100 ആണെങ്കിലും 500 ആണെന്നുണ്ടെങ്കിലും അത് അവർക്ക് വലിയൊരു നഷ്ടമാണ്. ഓഡിഷൻ എന്നുള്ള രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ വാങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് 5 ലക്ഷം തൊട്ടിട്ട് 1 ലക്ഷം 50,000 രൂപയൊക്കെ വാങ്ങുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള സിനിമകൾക്ക് ഓൾറെഡി പ്രൊഡ്യൂസർ ഉള്ളപ്പോൾ എന്തിനാണ് അങ്ങോട്ട് കാശ് കൊടുക്കുന്നത്? അങ്ങോട്ട് കാശ് കൊടുക്കുമ്പോൾ പ്രൊഡ്യൂസറായിട്ട് നിങ്ങളുടെ പേര് വെക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയുള്ള വർക്കുകൾ നമ്മൾ പോകുമ്പോൾ നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം നഷ്ടമാവാണ്. അതേപോലെ തന്നെ നമുക്ക് സാമ്പത്തികവും നഷ്ടത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള സിനിമകൾ പരമാവധി ഭാഗമാവാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അങ്ങോട്ട് കാശ് കൊടുത്ത് അഭിനയിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണലായിട്ട് ഈ സിനിമയെ ആഗ്രഹിച്ചും അഭിനയിക്കാനായിട്ടുള്ള മോഹവുമായിട്ട് നടക്കുന്ന ആൾക്കാർ ഇന്നും ഫിലിം ഫീൽഡിൽ വർഷങ്ങളായിട്ട് ഫ്രീ ആയിട്ട് അഭിനയിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ തുടരുന്ന ആൾക്കാർ ഒരുപാട് പേരാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ അവരും ചൂഷണത്തിന് വിധേയമാവാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് അങ്ങോട്ട് കാശ് കൊടുത്ത് അഭിനയിക്കുന്ന ആൾക്കാരാണ്. ചില സിനിമകളൊക്കെ ഈ പറഞ്ഞ പോലെയുള്ള കാശും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിൽ തല്ലുകൂടി കഴിഞ്ഞതിന് ശേഷം അവരങ്ങോട്ട് ആ സിനിമ അതോടുകൂടി ഡ്രോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോഴും ഇവരുടെ ഫണ്ട് സെറ്റിൽ ചെയ്തിട്ടല്ല അവർ പോകുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കൈ കൊടുത്ത് സുഖസുന്ദരമായിട്ട് നടക്കുന്നുണ്ടായിരിക്കും. ഇത് ഒരിക്കലും കാശ് കൊടുത്തിട്ടുള്ള ആൾക്കാർ അറിയാനും പോകുന്നില്ല. ഈ പറയുന്ന പോലെയുള്ള സിനിമാ സംഘടനകൾ മുഖാന്തരം നമ്മളിപ്പോൾ ഒരു സിനിമയിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് ഫിലിം മേഖലകളിൽ പ്രിയോറിറ്റി ബേസ് ചെയ്തിട്ടാണ് ചാൻസസ് കൊടുക്കുന്നത്. ആ ചാൻസസ് ഈ പറഞ്ഞ രീതിയിലാവുമ്പോൾ സിനിമ മേഖല എന്ന് പറയുന്നത് പ്രിയോറിറ്റി ബേസ് ചെയ്തിട്ടാവുമ്പോൾ ആ സിനിമയെ ആത്മാർത്ഥമായിട്ട് കഴിവുള്ള ആൾക്കാരുടെ സാധ്യതകളാണ് ഇല്ലാതാക്കുന്നത്. ഏതൊരു പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ സമയത്തെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഓഡിഷൻ നടത്തുന്നുണ്ടെങ്കിലും അത് ആ മേഖലയ്ക്ക് തകർച്ചയ്ക്കാണ് കാരണമാവുന്നത്. കാരണം ഇങ്ങനെയുള്ള സിനിമകളൊന്നും ബിഗ് സ്ക്രീനിൽ വരികയോ ഹൈ സക്സസ് ആവുകയോ ചെയ്യുന്നില്ല. അങ്ങനെയുള്ളടത്ത് എന്തിനാണ് നമ്മൾ പണം മുടക്കി ചൂഷണത്തിന് വിധേയരാവുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ബൈ.